നമുക്കൊരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ തിരുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ആരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങൾ തുറന്നുള്ള നിമിഷങ്ങളും കർത്താവ് നമ്മുടെ മേൽ പകരേണ്ടതിന് ഈ ആരാധന നമുക്ക് ഏവർക്കും അനുഗ്രഹമായി ദൈവത്തിരുനാമം മഹത്വത്തിന് കാരണമാക്കി തീർത്ത് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് നമ്മളെ ശക്തീകരിക്കേണ്ടതിന് നമ്മെ തന്നെ ദൈവപരമായി കൽപ്പിച്ച് പ്രാർത്ഥനയോട് വേഗത്തിൽ വചനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ വായിച്ച അനുഗ്രഹീത സങ്കീർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപ തുറന്ന നിമിഷങ്ങളും കർത്താവ് നമ്മുടെ മേൽ പകർന്ന് ഈ വചനത്തിലൂടെ സങ്കീർത്തനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കാനുള്ള ദൈവിക സന്ദേശം ദൈവം നമ്മളെ ഓർപ്പിക്കേണ്ടതിന് പ്രാർത്ഥനയോട് നമുക്കൊരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കാം. 110 സങ്കീർത്തനമാണല്ലോ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമ്മളിവിടെ വായിച്ചത്. ദാവീദിൻ്റെ സങ്കീർത്തനമെന്ന് തലക്കെട്ടുണ്ടെങ്കിലും തൻ്റെ ജീവിതാനുഭവങ്ങളൊന്നും ഇതിൽ കാണുന്നില്ല. യേശു കർത്താവിൻ്റെ താൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവിടെ വിശദീകരിക്കുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് വേഗം ദൈവമക്കൾ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ 1-2 വാക്യങ്ങൾ വായിക്കാം. നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം കൊണ്ടൊന്ന് വായിക്കാമോ? ഞാൻ നിന്റെ ശത്രുക്കളെ എൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക. പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേശു കർത്താവ് രാജാവാണ്, അപ്പോൾ തന്നെ പുരോഹിതനാണ്. പഴയ നിയമ ചരിത്രം പഠിച്ചു വരുമ്പോൾ പഴയ നിയമത്തിൽ പുരോഹിതന്മാർക്ക് ഇരിക്കുവാൻ ഡ്യൂട്ടി ടൈമിൽ സാവകാശമില്ല, അല്ലാതെ അവർക്ക് ഇരിക്കാം. എന്നാൽ അവരുടെ ശുശ്രൂഷാ വേളകളിൽ ഇരിക്കാനുള്ള അനുവാദം അവർക്ക് കൊടുത്തിട്ടില്ല. എബ്രായ ലേഖനത്തിലെ ഒരു വചനം വേഗത്തിൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 10-ാം അധ്യായം എടുത്താട്ട് 10-ാം അധ്യായം 11-12 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് 11 and 12. വായിച്ചോളൂ. മതി. ആ ഭാഗത്ത് നമ്മൾ വായിച്ചത്, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യാഗം കൊണ്ട് പാപങ്ങളുടെ പരിഹാരം ഉണ്ടാകുന്നില്ല. കൂടെ കൂടെ യാഗം കഴിക്കണം. ഇന്നൊരു യാഗം കഴിച്ചു, അടുത്ത ദിവസം വീണ്ടും പാപം ചെയ്താൽ അടുത്ത യാഗം കഴിക്കണം. ഈ യാഗാർപ്പണത്തിന് വേണ്ടി നിൽക്കുന്ന പുരോഹിതൻ. അടുത്ത വാക്യത്തിൽ 12-ാം വാക്യത്തിൽ യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് മതി. അവിടെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടു. പഴയ നിയമ പുരോഹിതൻ നിൽക്കുന്നു, യേശു ഇരിക്കുന്നു. ഒറ്റയാഗത്തിൽ ആ പൂർത്തി വരുത്തിക്കൊണ്ട്, പാപങ്ങളുടെ പരിഹാരത്തിന് പൂർത്തി വരുത്തിക്കൊണ്ട് യേശു കർത്താവ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. ഇരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, തൻ്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം താൻ കാത്തിരിക്കുക. നമ്മൾ വേഗത്തിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിന് ഇങ്ങനൊരു ടൈറ്റിൽ കൊടുക്കാം: പാദപീഠത്തിലിരുന്നാൽ ശത്രുവിനെ വാഴാൻ പറ്റും. പലപ്പോഴും നമുക്കുണ്ടാകുന്ന പ്രശ്നം പാദപീഠത്തിലിരിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ മനസ്സില്ല, അല്ലെ പറ്റുന്നില്ല. അതുകൊണ്ട് ശത്രു പലപ്പോഴും നമ്മുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുക. ശത്രു എൻ്റെ പാദപീഠം വരണമെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്നാൽ മതി. ഫൈറ്റിങ്ങിനൊന്നും പോകണ്ട. അത് ദൈവം തരുന്ന നിയോഗം അനുസരിച്ച് അന്നേരമൊക്കെ ചെയ്തു. എന്നൊന്നുകൂടെ പറയുന്നു, എൻ്റെ പ്രശ്നം എൻ്റെ കാൽ കീഴാകാൻ ഞാൻ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ അങ്ങിരുന്നാൽ മതി. ഞാൻ വേഗത്തിൽ ആ ഭാഗത്തുനിന്ന് ഒരു ചിന്ത പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്.
പഴയ നിയമ പുരോഹിതന്മാർക്ക് നമ്മൾ കണ്ടു ഇരിക്കാൻ അനുവാദമില്ല, നിൽക്കാനേ അനുവാദമുള്ളൂ. എന്നാൽ യേശു ഇരുന്നു. ഇനി പഴയ നിയമത്തിൽ ഒരു പുരോഹിതൻ ഇരുന്നതായിട്ട് വേദോസം പറയുന്നുണ്ട്. ആ പുരോഹിതൻ്റെ ഇരിപ്പ് അത്ര ശരിയായില്ല, താൻ അവിടെ കൊണ്ടങ്ങ് അവസാനിക്കുകയും ചെയ്തു. ശൗമേലിൻ്റെ പുസ്തകം നടത്തേ, 1 ശൗമേൽ 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം പ്രാരംഭത്തിൽ നിന്ന് വായിച്ചേ. പുരോഹിതന് ഇരിക്കാനുള്ള അവകാശമില്ല, പക്ഷെങ്കിൽ അവിടെ ഒരു പുരോഹിതൻ ഇരിക്കുന്നുണ്ട്. ആ ആ മതി, അവിടെ വായിച്ച ഭാഗം ശ്രദ്ധിച്ചല്ലോ. പുരോഹിതനായ ഏലി തൻ്റെ ആലയത്തിൽ, തൻ്റെ സീറ്റിൽ, മന്ദിരത്തിൻ്റെ നിന്ന് ശുശ്രൂഷിക്കേണ്ട പുരോഹിതൻ ഇപ്പം എന്തോ ചെയ്യുക, ഇരിക്കുക. കാരണം താൻ അവിടെ സൂപ്പർവൈസറായിട്ട് നിൽക്കുക. ഇപ്പം നമുക്ക് ചരിത്രമൊക്കെ അറിയാമല്ലോ, തൻ്റെ മക്കൾ കയറി പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ പുരോഹിതനെ നിൽക്കേണ്ട പുരോഹിതൻ ഇപ്പം എന്തോ ചെയ്യുക, ഇരിക്കുക. ഇനി 4:18 വായിച്ചേ. ഈ പുരോഹിതന് സംഭവിച്ചത്, അത് സംഭവിച്ചത് എപ്പോഴാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആ മതി. ഈ പുരോഹിതൻ മരിച്ചത് ആ തൻ്റെ കസേരയെന്ന് താഴെ വീണാ മരിച്ചത്. എനിക്ക് ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, പഴയ നിയമത്തിൽ ഇരിക്കാൻ അനുവാദമില്ലാത്തടത്തിരുന്നൊരു പുരോഹിതൻ ആലയത്തിൽ ഹന്ന പ്രാർത്ഥിക്കാൻ വന്നപ്പം അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുക, നോക്കുക ആരാ പ്രാർത്ഥിക്കാൻ വരുന്നത്, ഇവളെന്തോ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് ഒരു വ്യാഖ്യാനം നടത്തി. അവിടെ ഇരുന്നുകൊണ്ട് തീരുമാനിച്ചു, കള്ളു കുടിച്ച് വെച്ച് കയറി വന്നൊരു സ്ത്രീ. മനോവ്യസനം കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഹന്നായെ നോക്കിക്കൊണ്ട് പുരോഹിതൻ ചെന്നിച്ച് തലേ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ഭത്സിക്കുന്നു, ശ്വാസിക്കുന്നു, വീഞ്ഞിറങ്ങിപ്പോട്ടെ. ഈ സഹോദരി തിരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ 1-2 കാര്യം പറഞ്ഞു. പാസ്റ്ററെ, മനസ്സിൻ്റെ ഭാരം കൊണ്ടങ്ങ് ദൈവത്തോട് നിലവിളിച്ചതാ, ഇത് കേൾക്കാൻ ആരുമില്ല, പാസ്റ്റർക്കും കേൾക്കാൻ സമയമില്ല, എൻ്റെ ഭർത്താവിനും സമയമില്ല, ഓരോരുത്തർക്കും സമയമില്ല. ദൈവസന്നിധിയിലെങ്കിലും ഞാനൊന്ന് കരഞ്ഞോട്ടെ, ഞാനൊന്നുകൂടെ പറഞ്ഞോട്ടെ. അവർ പറയാം, പ്ലീസ് എന്നെ വെറുതെ ഒന്ന് വിട. ഇതാ സഹോദരി പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഈ ഇരുന്ന പുരോഹിതന് ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരയുന്ന സഹോദരിയെ കണ്ടപ്പോൾ തോന്നി കള്ളു കുടിച്ചതാണ്. പുള്ളിയുടെ അന്ത്യമാണ് നമ്മൾ വായിച്ചത്. എന്തോ സംഭവിച്ചെന്നാ, പടിവാതിക്കൽ തൻ്റെ കാസേരയിൽ താഴെ വീണ് മരിച്ചുപോയി. ഇദ്ദേഹത്തിന് ആ സമയത്ത് ഒന്നൂടെ അടുത്ത വാക്യം കൂടെ വായിച്ചു. ആ ആ മതി മതി. അതിൻ്റെ അടുത്ത വാക്യം 98 വയസ്സ് പ്രായമുണ്ട് ഏലിക്ക് ആ സമയത്ത്. നമ്മളൊന്ന് ഓർത്ത് നോക്കണം. 98 വയസ്സുള്ള സ്ഥൂലിച്ചവൻ. സ്ഥൂലിച്ചെന്നുള്ളതിൻ്റെ വാക്ക് ഇംഗ്ലീഷ് ഒന്ന് വായിച്ച വാക്ക്. വേഴ്സ് 4:18. Then it happened, when he made mention of the ark of God, that Eli fell off the seat backward by the side of the gate, and his neck was broken, and he died. For the man was old and heavy, and he had judged Israel 40 years. Old and heavy. ഭയങ്കര വണ്ണം ഉണ്ടായിരുന്നെന്ന്. ചില ട്രാൻസ്ലേഷനിൽ ഫാറ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. വലിയ തടിച്ച മനുഷ്യനാണ്. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് തോന്നി 98 വയസ്സുണ്ട്, ഒരു പക്ഷേ 98 കിലോയും കാണും. കാരണം ഈ മനുഷ്യന് ശുശ്രൂഷകളൊന്നും ചെയ്യുന്നത് നമ്മുടെ വിഷയം, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കൊന്ന് കയറി അങ്ങോട്ട് പോവുക. പുരോഹിതൻ നിന്ന് ശുശ്രൂഷിക്കേണ്ട കാര്യങ്ങൾ നടത്തേണ്ട ശുശ്രൂഷകൻ ഇപ്പോൾ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെന്തോ ചെയ്യുന്നതെന്ന് നോക്കുക. മാത്രമല്ല ഇദ്ദേഹം ഭയങ്കര തടി വെച്ചതിൻ്റെയൊക്കെ കാരണം നമുക്കറിയാമല്ലോ. 2-ാം അധ്യായം വായിച്ചു വരുമ്പം കാണാൻ കഴിയുന്നുണ്ടല്ലോ. യാഗം അർപ്പിപ്പാൻ സാധനം കൊണ്ട് ആൾക്കാർ വരും. ഒന്ന് വായിച്ചേ, നമുക്ക് സംശയം ക്ലിയർ ചെയ്ത് പോവാം. ഞാൻ കയ്യിൽ നിന്ന് എടുത്തല്ലല്ലോ പറയുന്നത്, വചനത്തിൽ നിന്ന് 2-ാം അധ്യായം എടുത്തേ. 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചേ. വായിച്ചോളൂ. ഇപ്പോൾ
മതി. ആ ഭാഗത്ത് ഞാൻ വേഗത്തിൽ പറഞ്ഞ വിഷയത്തിലേക്ക് ഒന്ന് കയറാൻ ആഗ്രഹിക്കുന്നു. ഈ ഏലി പുരോഹിതൻ ചെയ്ത കാര്യം, യാഗമർപ്പിപ്പാൻ യാഗമൃഗങ്ങളെ കൊണ്ടുവന്ന് യാഗമർപ്പിക്കും. ഈ യാഗമൃഗത്തിൻ്റെ ആ യാഗം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുരോഹിതൻ്റെ ആൾക്കാർ വന്നിച്ച് പറയും, ഇറച്ചിതാ. പുരോഹിതന് അവകാശമുണ്ട്, ലേവ്യ പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും അതുണ്ട്, അവർക്ക് കിട്ടേണ്ടതുണ്ട്. പക്ഷെങ്കിൽ ആ യാഗമർപ്പിക്കുന്ന വ്യക്തി പറയും, വെയിറ്റ് ചെയ്യും, ആ ഫാറ്റൊക്കെ ഒന്ന്, കൊഴുപ്പെല്ലാം ഒന്ന് കത്തിത്തീർന്നിട്ട് നിങ്ങൾ ഈ ഇറച്ചി കൊണ്ടുപോക്കോ. ഇവരെന്താ പറയുന്നത്? പറ്റത്തില്ല, എനിക്കിപ്പം കിട്ടിയേ പറ്റത്തുള്ളൂ, പുരോഹിതന് ഫ്രൈ ചെയ്യാൻ ഇറച്ചി തന്നേ പറ്റത്തുള്ളൂ. ഇവർ പറയുന്നത് വെയിറ്റ് ചെയ്യും, ഇതൊന്ന് കത്തട്ടെ, ഈ മേധസ്സൊക്കെ ഒന്ന് ദഹിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ആവശ്യത്തിന് കൊണ്ടുപോക്കോ. സമ്മതിക്കത്തില്ല. പറയണ തന്നില്ല, ഞാനെന്തോ ചെയ്യും? ഞാൻ എടുത്തുകൊണ്ടങ്ങ് പോകും. അങ്ങനെയെങ്കിൽ ഈ ഫാറ്റ് നിറഞ്ഞ ഇറച്ചി എല്ലാം കൂടെ തന്നെ പുള്ളി ഇപ്പം എന്തായി? ഭയങ്കര വണ്ണം വെച്ച് ഇപ്പം എഴുന്നേറ്റിരിക്കാൻ വയ്യ പുരോഹിതന്. പുരോഹിതൻ ദൈവത്തിൻ്റെ പ്രമാണം തെറ്റിച്ച് ഇപ്പം എന്തോ ചെയ്യുക? ഇരിക്കുക. ഇനി പുരോഹിതന് അവകാശമുണ്ടോ? ലേവ്യ പുസ്തകം നിർത്തും. പുറപ്പാട് പുസ്തകത്തിൽ അത്ര ഉണ്ട്, പുറപ്പാടുണ്ട്. നമുക്ക് ഒരു വാക്യം മാത്രം വായിച്ചാൽ പോകാം. ലേവ്യ പുസ്തകം 7:34 വായിച്ചേ. ഇവർ വെറുതെ ഒന്നുമല്ല വന്നത്, പക്ഷെങ്കിൽ അതിനോടൊരു ടൈം ഉണ്ടായിരുന്നു. ടൈമിന് മുമ്പ് വന്നതാണ് പ്രശ്നമായത്. 7:34 വായിച്ചോളൂ. ആ അടുത്തൂടെ 15 കൂടെ. മതി. അങ്ങനെയെങ്കിൽ പുരോഹിതൻ അതിനകത്ത് റൈറ്റ് ഉണ്ട്. 10-ാം അധ്യായം കൂടെ വായിക്കാമോ? 10:14 വായിക്കാമോ? അടുത്ത മതി. അവിടെ ഞാൻ പറഞ്ഞല്ലോ, പുരോഹിതൻ ഇതിന് അവകാശമുണ്ട്. പക്ഷെങ്കിൽ ഇപ്പം ഈ പുരോഹിതൻ ചെയ്തതെന്തോ? ടൈം ആകുന്നതിന് മുമ്പ് പിടിച്ചു മേടിച്ചുകൊണ്ടങ്ങ് പോവുക. ദൈവം തീരുമാനിച്ചു അധികം നാൾ ഓടണ്ട. നമ്മൾ ഓർത്തണം, ഈ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പ്രമാണം വിട്ട്, നിയമം വിട്ട്, ദൈവഹിതമല്ലാത്തത് ഞാൻ വല്ലതും ചെയ്ത് ആരാ ചോദിക്കാൻ? എന്നെ ആരും ചോദിക്കാനില്ല. ഒരുപക്ഷെ ഭൂമിയിൽ ആരും ചോദിച്ചെന്ന് വരത്തില്ല, പക്ഷെ ചോദിക്കാൻ ഒരാളുണ്ട്. എലിക്കും കുടുംബത്തിനും പറ്റിയതാണ്. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാമല്ലോ, ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നില്ല. തൻ്റെ 2 മക്കൾ, ഈ പിതാവ് എല്ലാം ഒറ്റ ദിവസം പോവല്ലേ, ഒരു മരുമകൾ എല്ലാം കൂടെ ഒറ്റ ദിവസം മരിച്ചു പോവുക ലോകത്തിൽ നിന്ന്. കാരണം എന്നാ? ദൈവത്തിൻ്റെ പ്രമാണത്തിനെതിരെ നിന്നു. താൻ പറയാം, ഞാൻ പുരോഹിതനാ, ഞാൻ എടുക്കും, ആരാ ചോദിക്കുന്നു? ഒന്ന് വാ, ചുണയുള്ളോ വാ. വെല്ലുവിളിയാ. ദൈവം തീരുമാനിച്ചു, നിന്റെ വെല്ലുവിളി നീ അധികം നടത്തണ്ട. ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ വചനത്തെ എടുത്തോണം. ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ ദൈവത്തിന് ഏലിയെന്നല്ല, മഹാപുരോഹിതനായിക്കോട്ടെ ആരായിക്കോട്ടെ, ദൈവത്തിന് തൻ്റെ പ്രമാണത്തിൽ നിൽക്കുന്നവരെ മതി. നമ്മളതുകൊണ്ട് നമുക്കിത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിൽക്കാൻ കർത്താവേ എനിക്ക് കൃപ തരണമേ. ചിലയിടത്ത് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്തോണം. ഇല്ല, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ അധികാരം, അവകാശം ഞാൻ നടപ്പിലാക്കും. അബദ്ധമാണ്, അബദ്ധം പറ്റരുത്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ വേഗത്തിൽ ആ ചിന്തയിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ, പാദപീഠത്തിലിരുന്നാൽ ശത്രു പാദപീഠമാകും. കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവം തന്ന ചില ചിന്തകൾ വേഗത്തിൽ പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ തന്നത്, പാദപീഠത്തിലിരുന്നാൽ ഒന്നാമത്തെ ഗുണം, സാത്താൻ്റെ മേൽ എനിക്ക് ജയമെടുക്കാൻ പറ്റും. വായിക്കണമെന്നില്ല, വേണമെങ്കിൽ നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 1 മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ യേശു കർത്താവിന് നേരിട്ട 3 പരീക്ഷകൾ അവിടെ എഴുതിയിരിക്കുമ്പോൾ 40 ദിവസവും യേശുവിന് പരീക്ഷയുണ്ട്. അതിൽ പ്രധാന 3 പരീക്ഷകൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫാസ്റ്റിംഗ് പ്രയറിൽ ഓർപ്പിച്ചതുപോലെ ഫൈനൽ എക്സാം യേശു നേരിട്ടത് മാത്രമാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് മുമ്പ് യേശുവിനെ കുറിച്ച് നമുക്ക് 4-ന്റെ 1 മാത്രം ഒന്ന് വായിച്ചോളൂ. മതി. അങ്ങനെയെങ്കിൽ 40 ദിവസം യേശു ഉപവാസത്തോടെ പിതാവിൻ്റെ പാദപീഠത്തിലിരിക്കുക, ദൈവസന്നിധിയിലിരിക്കുക. 40 ദിവസം പാദപീഠത്തിലിരിക്കുക. സ്നാനം കഴിഞ്ഞു, ഉടൻ തന്നെ മരുഭൂമിയിലേക്ക് പോയി പാദപീഠത്തിലിരിക്കുന്നു. ഈ പാദപീഠത്തിലിരുന്ന യേശുവിൻ്റെ അടുക്കൽ പിശാച് വന്നു.
നമുക്ക് ചരിത്രം അറിയാവുന്നവരെ വിശദീകരിക്കാതെ ഓടിപ്പോട്ടെ. പാദപീഠത്തിൽ ഇരുന്നുകൊണ്ട് യേശുവിനുണ്ടായ നേട്ടം എന്തുവാ? പിശാച് പാദപീഠത്തിൽ വന്നില്ലേ? 3 ചോദ്യത്തിനും യേശു ഉത്തരം കൊടുത്തു. ആ താഴോട്ട് വായിച്ചു വരുമ്പോൾ 13ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്. ആ ആ മതി. അങ്ങനെയെങ്കിൽ ഈ പിശാച് ഇപ്പം എന്തിയെ? കാക്ക വന്നേച്ച് പറഞ്ഞു കാണും, ശല്യം ചെയ്യല്ലേ, ഞാനങ്ങ് പൊക്കോളാം. എപ്പോഴാണ് പിശാച് പാദപീഠത്തിൽ വന്നത്? യേശു പിതാവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നപ്പോഴാണ്. ഇന്ന് രാത്രി പകൽ ദൈവമക്കളെ ഞാൻ ഓർപ്പിച്ചോട്ടെ, എത്ര പേർക്ക് ബോധ്യമുണ്ട്? ശത്രുവിൻ്റെ പോരാട്ടം ദിവസവും ഉണ്ടെന്ന് പറയുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, നിങ്ങൾ പാദപീഠത്തിൽ അങ്ങ് ഇരുന്നാൽ മതി. അതിനുവേണ്ടി സ്പെഷ്യലിസ്റ്റിനെ ഒന്നും കൊണ്ടുവരണ്ട, അതിനുവേണ്ടി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചെയ്യണ്ട. നീ പാദപീഠത്തിൽ ഇരിക്കാമോ, പിശാച് നിന്റെ പാദപീഠത്തിൽ വരും. യെസ്, ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നത് എത്ര പേർക്ക് ബോധ്യമാകും എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ ശാന്തമായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ഈ വചനം ഒന്ന് കയറി വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ വീണ്ടും പറയുന്നു, യേശുവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഞാൻ ഇരുന്നാൽ ശത്രുവായ പിശാച് എൻ്റെ പാദപീഠത്തിലെത്തും. കൃപ, ദൈവകൃപ. ഈ ദിവസം ദൈവത്തോട് പറ, കർത്താവേ, നിരന്തരമായി ഞങ്ങളോട് പോരാടുന്ന, ഞങ്ങളുടെ തലമുറയോട് പോരാടുന്ന, കുടുംബത്തോട് പോരാടുന്ന ഒത്തിരി ശക്തികളുണ്ടെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, നീ ആ പാദപീഠത്തിൽ ഇരിക്കാമെങ്കിൽ ഇതൊക്കെ നിന്റെ പാദപീഠത്തിൽ വരും. യെസ്, ഹല്ലേലൂയ. നീ അതിനെ ഓടിക്കാനോ ശാസിക്കാനോ അതിൻ്റെ പുറകെ പോകാനോ ഒന്നും പോകണ്ട. നീ പാദപീഠത്തിൽ അങ്ങ് ഇരുന്നാൽ മതി. നിന്റെ പാദപീഠത്തിൽ വന്ന് ഇതൊക്കെ കുമ്പിട്ടോളും, ഞാൻ വിട്ടു പൊക്കോളാം. ഇനി ഞാൻ ആ കുടുംബത്തോട് നിന്നോട് ശല്യം ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ വിട്ടുപോകുന്ന വണ്ണം നീ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഒന്നിരിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്കതിനു വേണ്ടി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ഞാൻ ഭാഗം മതി വിശദീകരിക്കുന്നത്, വേഗത്തിൽ പോവുകയാണ്. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്നാൽ ദൈവത്തിൻ്റെ വചനം കിട്ടും, പ്രമാണം കിട്ടും. മോശയ്ക്ക് കൽപ്പന കിട്ടിയത്, പ്രമാണം കിട്ടിയത് എപ്പോഴാണ്? പാദപീഠത്തിലിരുന്ന പുറപ്പാട് പുസ്തകം എടുത്തു, 24-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ, നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് ആ ആ ആ മതി. ആ ഭാഗത്ത് നമ്മൾ വായിച്ചല്ലോ. ദൈവം മോശയോട് പറയാണ്, യഹോവ മോശയോട്, നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക. അങ്ങനെയെങ്കിൽ മോശ ഇപ്പോൾ എവിടെ ഇരിക്കുക? കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുക. എത്ര ദിവസമാണ്? 40. ദൈവം മോശയോട് പറയണം, മോശയ്ക്ക് പറയായിരിക്കും, എനിക്ക് ഒത്തിരി തിരക്കുണ്ട്, ഭയങ്കര ബിസിയാണ്, 6 ലക്ഷത്തിൽ ചെല്ലുവാനും കുടുംബങ്ങളുടെ കാര്യം നോക്കണം. ഇതിനിടയ്ക്ക് ദൈവമേ അങ്ങയുടെ ഇടയ്ക്ക് വന്നിരിക്കാനൊന്നും എനിക്ക് സമയമില്ല. കർത്താവ് പറയും, നീ ഇവിടെ വന്നിരിക്കാമെങ്കിൽ വല്ലോ പ്രമാണം ഞാൻ തരാം. അങ്ങനെയൊക്കെ ഞാൻ വീണ്ടും ദൈവമക്കളെ അർപ്പിച്ചോട്ടെ. ദൈവത്തിൻ്റെ വചനം അതേ അർത്ഥത്തിൽ ദൈവം വെളിപ്പെടുത്തി തരണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നാലേ പറ്റത്തുള്ളൂ. പാദപീഠത്തിൽ ഇരിക്കാമോ, ദൈവം വചനം തരും. അപ്പം പലർക്കും ചിന്ത വരും, ഞങ്ങൾക്കെന്തിനാ, ഞങ്ങളാരും പ്രസംഗിക്കുന്നില്ലല്ലോ, പ്രസംഗിക്കുന്നവർക്ക് ഇരുന്നാൽ പോരെ. അല്ല, പ്രസംഗിക്കാൻ വേണ്ടിയല്ല ഈ വചനം. ദൈവം തരുന്നതിനെ പ്രസംഗിക്കുന്നതേ ഉള്ളൂ. ഈ വചനം നമ്മളെ ജീവിപ്പിക്കുന്ന, ഓരോ ദിവസവും ജീവിക്കണമെങ്കിൽ വചനം വേണം. ഓരോ ദിവസവും പുതിയ തന്ത്രങ്ങളും കൊണ്ട് പിശാച് നമ്മുടെ അടുക്ക് വരുന്നത് നമുക്കറിയാമല്ലോ. സൗമ്യന്റെ പുസ്തകത്തിൽ ആ ഒരു ഭാഗത്ത് കാണുന്നുണ്ട്, ദാവീദിനെ ആക്രമിക്കാൻ വന്ന രാഫാമക്കളിൽ ഒരുത്തനെ കുറിച്ച് പറയുന്ന ഒരു പ്രത്യേക പദമുണ്ട്, പുതിയ വാൾ കെട്ടിയവനാ. അങ്ങനെയെങ്കിൽ ഇന്നലത്തെ വാളും കൊണ്ടല്ല പിശാച് ഇന്ന് വരുന്നത്, ഇന്ന് അവൻ്റെ കയ്യിൽ പുതിയ ആയുധമാണ്. അങ്ങനെയെങ്കിൽ ഈ പുതിയ ആയുധം കൊണ്ട് വരുന്നവനെ തകർക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്നാൽ ദൈവം പുതിയ വചനം എനിക്ക് തരും. യെസ്, ഹല്ലേലൂയ. ദൈവം തരുന്ന വചനം കൊണ്ട് എനിക്കതിനെ പ്രതിരോധിക്കാൻ കഴിയും. നമുക്കറിയാമല്ലോ, ഈ ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്ന് അനേക ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വന്നിട്ട് ഇതൊന്നും അവിടെ തെറിക്കാതെ അല്ലെങ്കിൽ അവിടെ പ്രഹരമേൽപ്പിക്കാതെ പോയതിൻ്റെ കാരണം എന്നാ? അവരുടെ ഇന്റർസെപ്റ്റർ അതിനെ തടഞ്ഞു കളഞ്ഞു. അതുപോലെ ദൈവമക്കൾ ഓർത്തോണം, ശത്രുവിൻ്റെ എത്ര മിസൈൽ ഇങ്ങോട്ട് വന്നാലും പറഞ്ഞോണം, ഞാൻ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള വചനം എനിക്ക് കർത്താവ് തരും.
ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവമക്കളെ, ആത്മാവിൽ ആ ദൂത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ടെ. നീ ദൈവസന്നിധിയിൽ ഇരുന്നാൽ നിന്നെ തകർക്കാൻ പദ്ധതി ഇട്ടുകൊണ്ട്, നിന്റെ മനസ്സിനെ തകർക്കാൻ, നിന്റെ നിരാശപ്പെടുത്താൻ, ഭയപ്പെടുത്താൻ പിശാച് പദ്ധതി ഇടുന്ന പല പദ്ധതികളെ എന്റെ ദൈവം വചനത്തിലൂടെ തകർത്ത് കളയും. കൃപ, ദൈവകൃപ. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ആ പാദപീഠത്തിൽ നിന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിനക്ക് ദൈവം വചനം തരും. ഓ ഹല്ലേലൂയ. ആ വചനം കൊണ്ട് എനിക്ക് പിശാചിനെ ജയിക്കാൻ കഴിയും. യേശു കർത്താവ് ജയിച്ചത് അങ്ങനല്ലേ? പിശാചിനോട് പറഞ്ഞു, ദൈവത്തിന്റെ വായിൽ നിന്ന് സകല വചനം കൊണ്ടും അവൻ ജീവിക്കുമെങ്കിൽ ആ വചനം മതി എനിക്ക്. വചനം കിട്ടണോ? പാദപീഠത്തിലിരിക്കണം. ആ ബാക്കി ഒന്നുകൂടെ വായിക്കാമോ? ആ ഭാഗം മാത്രം ഞാൻ വായിക്കുന്നത്. ഇപ്പോൾ അവിടുന്ന് മുന്നോട്ട് പോകാം. നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് ഞാൻ നിനക്ക് കൽപ്പനകളും മതി. മോശയ്ക്ക് ഇതെല്ലാം കിട്ടിയത് ദൈവസന്നിധി ഇരുന്നപ്പോഴാണ്. നമുക്കറിയാമല്ലോ, ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള പഞ്ചഗ്രന്ഥങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങൾ എഴുതിയത് മോശയാണ്. മോശയോട് ചോദിച്ചേ, മോശെ, ആദാമിനെ നീ കണ്ടിട്ടുണ്ടോ? സൃഷ്ടിയുടെ ഉൽപ്പത്തി വിവരം നിനക്ക് എങ്ങനെ കിട്ടി? മോശ പാദപീഠത്തിൽ ഇരുന്നപ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്താ. മറ്റു പലർക്കും കിട്ടാത്ത ചില വെളിപ്പാട് കിട്ടണോ? ദൈവസന്നിധിയിൽ അങ്ങ് ഇരുന്നാൽ മതി. പാദപീഠത്തിൽ അങ്ങ് ഇരിക്കാമോ? ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, എനിക്കറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു. നിങ്ങളുടെ പല ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് മറുപടി കിട്ടണമെങ്കിൽ 100 ഓടിയിട്ട് കാര്യമില്ല, പാദപീഠത്തിൽ അങ്ങിരി. യെസ്, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞോട്ടെ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയത്തിൽ ഇതെങ്ങനെന്ന് പറഞ്ഞ് തല പുകയ്ക്കണ്ട, ദൈവസന്നിധിയിൽ ഒന്നിരി. ഒരു സ്തോത്രം പറ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര പേരത് പ്രാക്ടീസ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പഠിക്കും മുമ്പ് വേദപുസ്തകം വായിക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങൾ കരമൊന്നും പൊക്കണ്ട. ചെയ്യണമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടില്ല. ഇന്നും ഒരു സ്റ്റാർട്ട് ചെയ്തു. മാതാപിതാക്കളോടും പറഞ്ഞോട്ടെ, സമയം നഷ്ടമല്ല, പിള്ളേർ വേദപുസ്തകം വായിച്ചോട്ടെ. മക്കളെ, വേദപുസ്തകം എടുത്ത് ഒരു ഭാഗമെങ്കിലും വായിച്ച്, പാസ്റ്റർ പറഞ്ഞാൽ വരി വായിക്കണ്ട, വായിച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ദൂത് തരുമോ നിങ്ങൾക്ക് തരും. നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേദപുസ്തകം എടുത്ത് തുറന്നു വെച്ച്, കർത്താവേ, എനിക്ക് പഠിക്കാനുള്ള ബുദ്ധി തരണം, ഞാൻ അങ്ങയുടെ വചനം വായിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. എന്തോ ആകെ ഒന്ന് റിഫ്രഷ് ആകും. നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ഉത്സാഹം കിട്ടും, ഒത്തിരി മാറ്റം ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഒത്തിരി മാറ്റം വരും. കാരണം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്നാൽ ദൈവം ചിലതൊക്കെ തരും. മോശയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, വിക്കനായ മോശ, സംസാരിക്കാൻ കഴിയാത്തവൻ, ഒരു കാലത്ത് താൻ മിടുക്കനായിരുന്നു, കേമനായിരുന്നു. പക്ഷെങ്കിൽ താൻ തൻ്റെ അവസ്ഥയെല്ലാം ദൈവസന്നിധി സമർപ്പിച്ച് പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല, സംസാരിക്കാൻ പോലും അറിയത്തില്ലെന്ന് പറഞ്ഞവന് 40 ദിവസം ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ, ഞാൻ ഇവിടെ പറയുന്നത് 5 പുസ്തകങ്ങൾ എഴുതാൻ ദൈവം മോശയ്ക്ക് കൃപ കൊടുത്തത് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോഴാണ്. ജനത്തിന് ഉപദേശിച്ചു കൊടുക്കാനുള്ള പ്രമാണം ദൈവം കൊടുത്തത് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോഴാണ്. നാളുകളിൽ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ജീവിത പ്രമാണങ്ങൾ എനിക്ക് കിട്ടിയത് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോഴാണ്. അങ്ങനെയൊക്കെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞോട്ടെ, ദൈവസന്നിധിയിൽ ഇരുന്നാൽ പ്രമാണം കിട്ടും, വചനം കിട്ടും, നാളുകളെ കുറിച്ചുള്ള അറിയിളപ്പാട് എൻ്റെ കർത്താവ് എനിക്ക് തന്നിരിക്കും. യെസ്, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അടുത്ത ഒരു ചിന്ത ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നത്, ദൈവസന്നിധിയിൽ ഇരുന്നാലുള്ള 3ാമത്തെ ഗുണം, ടെൻഷൻ മാറും. അത് ഞാൻ ഓർപ്പിച്ചു. ദൈവസന്നിധിയിൽ ഇരുന്നാൽ സാത്താൻ കാൽക്കീഴാകും. 2, ദൈവസന്നിധിയിൽ ഇരുന്നാൽ വചനം കിട്ടും. 3, ദൈവസന്നിധിയിൽ ഇരുന്നാൽ ടെൻഷൻ മാറുമോ? ഒന്നിരുന്ന് നോക്ക്. ടെൻഷൻ വരുമ്പോൾ എന്തോ ചെയ്യുന്നത്? നിങ്ങൾ തന്നെ ഉത്തരം പറ. ദൈവസന്നിധിയിൽ ഇരുന്നാൽ ടെൻഷൻ മാറിക്കിട്ടും. തെളിവുണ്ടോ? വേദപുസ്തകത്തിലുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം എടുത്തേ, 10-ാം അധ്യായം എടുത്തേ, 39-ാമത്തെ വാക്യം വായിച്ചോളൂ. വായിച്ചോളൂ. നീ പലതിനെ ചൊല്ലി വിചാരം
എന്നാൽ അല്പമേ വേണ്ടൂ. അല്ല, ഒന്ന് മതി. മറിയ നല്ല വശം തിരഞ്ഞെടുത്തിരിക്കും. അതാരും അവളോട് അപഹരിക്കുകയുമില്ല. മതി. നമുക്ക് ഈ ചരിത്രം ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. എങ്കിലും ഒരു ചെറിയ ചിന്ത പറഞ്ഞ് മുന്നോട്ട് പോകാം. ഒരു വീട്ടിലെ 2 സഹോദരിമാർ, മാർത്തയും മറിയയും. ഒരാൾ ഇപ്പം ടെൻഷനില്ല, ഒരാൾക്ക് നോ ടെൻഷൻ. കാരണം എന്നാ? മാർത്തയ്ക്ക് ആകെ ടെൻഷൻ, മറിയയ്ക്ക് ഒരു ടെൻഷനുമില്ല. നമ്മൾ ചെയ്തില്ല, രണ്ടും ഒരു വീട്ടിലല്ലേ, രണ്ടുപേരും ഒരേ സാഹചര്യത്തിലാണ് വളർന്നു വരുന്നത്. ആ വീട്ടിലെ സാഹചര്യങ്ങൾ രണ്ടുപേരെയും ഒരുപോലെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരാൾക്ക് ഒരു ടെൻഷനുമില്ല. കാരണം 39 നമ്മൾ വായിച്ചത് എന്തുവാ? മറിയ വായിച്ചത് എങ്ങനെയാ? 39. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന്, അവൻ്റെ വചനം, കർത്താവിൻ്റെ കാൽക്കലിരിക്കാമെങ്കിൽ ടെൻഷനൊക്കെ അങ്ങ് മാറി കിട്ടും. നമുക്ക് ആ ചരിത്രം അറിയാമല്ലെങ്കിൽ ഒന്ന് പറഞ്ഞോട്ടെ. യേശുവും ശിഷ്യന്മാരും ആ വീട്ടിൽ വന്നു. നല്ല തിരക്കുണ്ട്. പോകുന്ന യോഗം പിരിഞ്ഞു പോകുമ്പം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തു വിടണമല്ലോ. മാർത്ത അധ്വാനിക്കുന്നു. ഇനി യേശുവിനും ശിഷ്യന്മാർക്കും ആഹാരം കൊടുക്കണമായിരിക്കും. എന്താണേലും മാർത്തയ്ക്കാകെ ടെൻഷനാണ്. മറിയയ്ക്ക് ഒരു ടെൻഷനുമില്ല. അപ്പോൾ നമുക്ക് ചില ചിന്തകളൊക്കെ ഉണ്ടാകാം. സുബോധം ഉണ്ടെങ്കിലല്ലേ ടെൻഷൻ ഉണ്ടാകത്തുള്ളൂ. ശരി പറയും, വേദോസം എടുത്തോളം ഇറങ്ങിത്തിരിക്കും. അവർക്ക് പിന്നെ സ്തോത്രവും ഹല്ലേലൂയയും പ്രാർത്ഥനയും. ഞാനില്ല ഇവിടെ കിടന്ന് പാടുപെടുന്ന മുഴുവൻ. നിങ്ങളോട് ആര് പറഞ്ഞു പാടുപെടാൻ? നിങ്ങൾ വേദോസം എടുത്തോളം ഇറങ്ങാം. അപ്പം വീട്ടിലെ കാര്യം അങ്ങനെ നടക്കും. 100 ചോദ്യങ്ങൾ. ഇങ്ങനെ അങ്ങോട്ടോ ചിന്തകളും ചോദ്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല. ദൈവസന്നിധിയിൽ ഞാൻ പറഞ്ഞ വീട്ടിലെ എല്ലാം ഇട്ടെറിഞ്ഞ് ചോടണം എന്നല്ല പറയുന്നത്. വീട്ടിലെ കാര്യങ്ങൾ ക്രമപ്പെടുത്തേണ്ടത് സമയത്തൊക്കെ എഴുന്നേറ്റ് ക്രമപ്പെടുത്തിയിട്ട് കാര്യങ്ങൾക്കൊക്കെ നീങ്ങാമെങ്കിൽ പിന്നെ ടെൻഷനൊന്നുമില്ല. ഈ പാദപീഠത്തിൽ വന്ന മറിയയ്ക്കുണ്ടായ ഗുണം ഒരു ടെൻഷനുമില്ല. അപ്പം നമ്മൾ പറയും അത് ഇളയ കുഞ്ഞല്ലേ, മൂത്തവർക്കല്ലേ ഉത്തരവാദിത്വം, ഇളയതിന് അത്ര ഉത്തരവാദിത്വം ഇല്ലല്ലോ, അതുകൊണ്ട് അതിന് ടെൻഷൻ ഇല്ലാത്ത. അതല്ല, ഈ വചനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഇളയതായതുകൊണ്ട് മാത്രമല്ല, പാദപീഠത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ടെൻഷൻ ഇല്ലാത്ത. മാർത്തയോട് യേശു കർത്താവ് പറയുന്നത് എന്തോ? മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. കാരണം നീ പാദപീഠത്തിലല്ല. നിന്റെ മനം കലങ്ങിയെങ്കിൽ അതിൻ്റെ അർത്ഥം നീ പാദപീഠത്തിൽ നിന്ന് അകന്നുപോയി. നിനക്ക് സ്വസ്ഥത കിട്ടണമെങ്കിൽ, മറിയെക്കുറിച്ച് പറയുന്ന വാക്കെന്തുവാ? അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു, അത് ആരും അവളോട്. ദൈവസന്നിധിയിൽ ഇരുന്ന മറിയയ്ക്ക് കിട്ടിയത് സ്വസ്ഥതയാണ്. ദൈവസന്നിധിയിൽ നിന്ന് അകന്ന മാർത്തയ്ക്ക് കിട്ടിയത് ടെൻഷനാണ്. നമ്മൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ ഒത്തിരി ടെൻഷൻ എടുക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞോട്ടെ, നീ പാദപീഠത്തിലല്ല. യെസ്, ഹല്ലേലൂയ. ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നു, നിന്റെ ടെൻഷൻ മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ, പാദപീഠത്തിലേക്ക് നടത്തുക. ആ പാദപീഠത്തിൽ ഇരുന്നാൽ ദൈവം നിന്റെ ടെൻഷൻ മാറ്റും, നിന്റെ പ്രശ്നം മാറ്റും. യേശുവിൻ്റെ സന്നിധാനം എന്തൊരാശ്വാസമാണ്. ആ സന്നിധിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ മറ്റു വേദനകൾ മാറും, എൻ്റെ പ്രശ്നങ്ങൾ മാറും. എനിക്ക് പ്രശ്നമുണ്ടോ? ഉണ്ട്. പക്ഷെ ഞാൻ ഇരിക്കുന്നത് പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന സർവശക്തന്റെ പാദപീഠത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ എൻ്റെ പ്രശ്നത്തെ ഒറ്റ വാക്കുകൊണ്ട് മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ ആവർത്തിച്ച് പറഞ്ഞോട്ടെ, പലവിധ പ്രശ്നങ്ങളാൽ സ്വസ്ഥതയില്ലാതെ മനസ്സ് കലങ്ങിക്കൊണ്ടിരിക്കുന്നവരോട് ദൈവാത്മാവിന് പറവാനുള്ള ദൂത്, നീ ആ പാദപീഠത്തിൽ ഒന്നിരുന്നാൽ നീ അറിയാതെ കാറ്റടിച്ച് കാർമേഘം മാറിപ്പോകുന്നത് പോലെ നിന്റെ പല പ്രശ്നത്തെ മാറ്റിവിടാൻ എൻ്റെ ദൈവം മതിയായവനാ. യെസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ദൈവത്തിന് ഒരല്പസമയം ഒന്ന് സ്തോത്രം ചെയ്യാമോ? ദൈവത്തോട് പറ, കർത്താവേ, ഈ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ പോലും ഓ രക്തതാജയം, ഹല്ലേലൂയ, നാളെയെക്കുറിച്ച് വേവലാതിപ്പെട്ടുകൊണ്ട്, ഇന്ന് സന്ധ്യക്കത്തെ കാര്യത്തെക്കുറിച്ച് വേവലാതിപ്പെട്ടുകൊണ്ട്, അടുത്ത ദിവസത്തെ കാര്യം എന്താകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരോട് ദൈവാത്മാവിന് പറവാനുള്ള ദൂത്, നീ ആ പാദപീഠത്തിൽ ഇരിക്കുക. ഓ രക്തതാജയം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാദപീഠത്തിൽ ഇരുന്നാൽ നിന്റെ പ്രശ്നം മാറ്റാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ഈ ടെൻഷൻ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മൾ ഓടി നടക്കുന്നവരാ. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം, ടെൻഷൻ കയറുമ്പം ദൈവസ്ഥലത്തിലോട്ട് വരാൻ തോന്നത്തുമില്ല.
പാദപീഠത്തിൽ അങ്ങ് ഉറച്ചങ്ങിരിക്കാമോ? ടെൻഷൻ മാറിക്കോളൂ. യേശുവിൻ്റെ കൂടെ ഇരുന്ന ശിഷ്യന്മാരുടെ ചരിത്രം നമുക്കറിയാമല്ലോ. 5000 പുരുഷന്മാർ വന്ന വലിയ ജനക്കൂട്ടം. ബത്സൈദ പുൽത്തകടിയിൽ യേശുവിൻ്റെ പ്രസംഗം നീണ്ടുപോകുന്നു, നേരം വൈകുന്നു. ശിഷ്യന്മാർക്ക് ടെൻഷനായി. എന്താ ടെൻഷൻ? അവരോടി നടക്കുക. അവരുടെ എന്താ ഇപ്പം യോഗം ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ, ഇവരെ ഒന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ. ഈ ടെൻഷനിലിരിക്കുക. യേശു കർത്താവിൻ്റെ അടുക്കൽ നമുക്കറിയാം, ചരിത്രമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ വേഗത്തിൽ അങ്ങ് പോവുക. ഇവർ ഓടി നടക്കുന്നു, പൈസ എണ്ണുന്നു. 200 വെള്ളിക്കാശെന്ന് പറയുന്നു. വേറൊരുത്തം വായിച്ച് പറഞ്ഞു 5 അപ്പം കിട്ടിയിട്ടുണ്ട്, 2 മീനുണ്ട്. വേറൊരാൾ പറഞ്ഞു അതുകൊണ്ട് എന്തോ ആകാനാ. 100 യേശു പറഞ്ഞു നിങ്ങളെ ഒത്തിരി ശല്യം ഉണ്ടാക്കാതെ ഇങ്ങോട്ട് വാ. നിങ്ങളൊന്ന് ആ ഭാഗം ഒന്ന് മനസ്സിലെത്തി എന്ത് ചോക്കണം. 12 ശിഷ്യന്മാർ യേശു പറഞ്ഞു എല്ലാം ഇവിടെ വരാം. ചുമ്മാ അവിടെ ഇവിടെ ഓടി നടന്നു വെച്ചാൽ അതില്ല ഇതില്ല നടക്കത്തില്ല അങ്ങനാ ഇങ്ങനാ. പിന്നിപ്പോൾ എല്ലാം കുറ്റപ്പെടുത്തല. യേശുവിനോട് എന്നോ പ്രസംഗം ഒന്ന് നിർത്തിയിട്ട് പോകല്ലോ, മനുഷ്യന് വീട്ടിൽ പോകണ്ടേ. നിങ്ങളുടെ എല്ലാം ടെൻഷൻ പോയത് അപ്പോഴാണ്. യേശു പറഞ്ഞു എല്ലാവരും ഇങ്ങനെ വരാൻ പറഞ്ഞു. നിങ്ങളെ ഭാവം മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കണം. 12 പേര് ഓടെ നിന്നു. യേശു അപ്പം എടുത്ത് വാഴ്ത്തി നോക്കി വെച്ച് 12 ഇനി കൊണ്ട കൊടുക്ക. ഇപ്പം ഇവർക്ക് ടെൻഷനുണ്ടോ? നിങ്ങളുടെ ഭാവനയിലൊന്നും കണ്ട ഈ 12 പേര് അപ്പം കൊണ്ട് പോകുന്ന പോക്ക് ചെന്നച്ച് പിന്നെ ചോദിക്കുക വേണോ അച്ഛാ ഒരെണ്ണം കൂടെ തിന്നച്ചാ, 1 മീൻ കൂടി ഇരിക്കട്ടെ. അല്പം മുമ്പ് എന്താ പറഞ്ഞോണ്ടിരുന്നത്? അയ്യോ തികയത്തില്ല, നടക്കത്തില്ല. ഇവന്റെ ടെൻഷൻ മാറിയപ്പോഴാ, പാകപ്പെടുത്തി വന്നപ്പോഴാ. അതിലൊക്കെ രസകരമായി ചെന്ന് നമ്മൾ ആ ഭാഗം അവസാനിപ്പിക്കും കാണാൻ കഴിയുന്നത്. പോകാൻ നേരം യേശു കർത്താവ് പറഞ്ഞു മിച്ചമുണ്ട്. അവർ പറഞ്ഞാണ് ഇതെവിടെ ഇട്ടച്ച് പോകുന്നത്. വേണ്ട വേണ്ട നീ കൊണ്ടു. 12 എണ്ണത്തിൻ്റെ തലയിൽ ഓരോ കൊട്ട എടുത്തങ്ങ് വെച്ച് കൊടുത്തു. മക്കളെ ഞാൻ പറഞ്ഞല്ലോ ടെൻഷൻ മാറിയപ്പോഴാ, പാതപീഠത്തിൽ ഇരുന്നപ്പോഴാ. ഞാൻ വീണ്ടും എനിക്ക് അതിനോട് അതൂതി ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ടെ, ഓടി നടന്നാൽ ടെൻഷൻ കൂടത്തേ ഉള്ളൂ. എല്ലാം മാറട്ടെ ഞാൻ വന്നിരിക്കാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എന്നാ പ്രശ്നം മാറുന്നു? നമുക്കറിയാമല്ലോ, കടൽ തീരത്ത് എന്ന് വെച്ചാൽ തിരയടങ്ങിയിട്ട് കുളിക്കാമെന്ന് കണ്ടാൽ നടക്കത്തില്ല. തിര വന്നുകൊണ്ടിരിക്കും. ഇതുപോലെ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, ഇങ്ങനെ ജീവിതത്തിന് നേരെ പരിശോധനകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, ടെൻഷൻ ഉണ്ടാക്കുന്ന പലതും വന്നുകൊണ്ടിരിക്കും. എന്നാൽ അതിൻ്റെ നടുവിൽ പറയണം എൻ്റെ യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ എനിക്ക് പിന്നെ ഇതൊന്നും അറിയണ്ട. യെസ് ഹല്ലേലൂയ. എൻ്റെ സകല പ്രശ്നങ്ങളും അറിയുന്നൊരു ദൈവം, എൻ്റെ നാളുകൾ അറിയുന്ന ദൈവം, എൻ്റെ മാനസിക അവസ്ഥകൾ അറിയുന്ന ദൈവം എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ ടെൻഷനെ എൻ്റെ പാദപീഠത്തിൽ വരുത്താൻ ഞാൻ എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നാൽ മതി. ഓ ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, നമ്മളെ അലട്ടുന്ന നമ്മുടെ മെയിൻ ശത്രുക്കൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നിരാശ, ഭയം, ആകുലത. അല്ല, മനുഷ്യരാരുമല്ല, മനുഷ്യരാരും ശത്രുക്കളല്ല. മനുഷ്യനെ ശത്രുവായിട്ട് കാണരുത്. മനുഷ്യരൊക്കെ നല്ല മനുഷ്യരാണ്. നമ്മളെക്കാൾ എത്രയോ നല്ല മനുഷ്യരാണ് നമ്മുടെ ചുറ്റുപാടൊക്കെ താമസിക്കുന്നവർ. നമ്മൾ പല ജാതികളും ഭാഷക്കാരും ഏതും ആയിക്കോട്ടെ, അവരെയൊക്കെ നോക്കിയാൽ ഞാൻ പലപ്പോഴും നമ്മളെയൊക്കെ കമ്പയർ ചെയ്യുമ്പം നമ്മളെക്കാൾ ഒത്തിരി നല്ല ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളതൊക്കെ. അവരെയാരെയും ശത്രുവായിട്ട് കാണല്ലേ. എൻ്റെ ശത്രു ഏതാ? നിരാശ എന്നെ ശത്രുവാണ്, എന്നെ നിരാശപ്പെടുത്തുക. ആകുലത എന്നെ ഇട്ടങ്ങ് വരട്ടുക, എന്നെ ടെൻഷൻ പിടിപ്പിക്കുക. ഈ ശത്രുവിനെയൊക്കെ പാദപീഠത്തിൽ വരുത്താൻ ഒറ്റ വഴി, ഞാൻ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ പാദപീഠത്തിൽ അങ്ങിരിക്കുക. ഞാൻ വീട്ടിൽ പറയുന്നു, ഇതാ നമ്മുടെ ശത്രു. ഭയം ഒരു ശത്രുവാ, നിരാശ ഒരു ശത്രുവാ, നാളെക്കുറിച്ചുള്ള ചിന്ത ഒരു ശത്രുവാ. എൻ്റെ ജീവിതത്തിൽ പലതും എന്നെ ഭയപ്പെടുത്തുന്നെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകറ്റുന്നെങ്കിൽ അതൊക്കെ എൻ്റെ ശത്രു. ഇതിനെയൊക്കെ എൻ്റെ കാൽച്ചുവട്ടിൽ വരുത്താൻ എന്നെക്കൊണ്ട് കഴിയും, ഞാൻ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്നാൽ. ഞാൻ അടുത്ത ചിന്തയോടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് നമുക്ക് വളരെ പരിചയമുള്ള ചിന്തയാണെങ്കിൽ ഒന്ന് വായിച്ചു കേൾക്കാം. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചോളൂ. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നാലുള്ള ഗുണം ഞാൻ പറഞ്ഞല്ലോ, പലതും നമ്മുടെ കാൽക്കീഴാകും. ഇവിടെ അപ്പോസ്തലൻ പത്രോസ് പറയുകയാണ്, കർത്താവിൻ്റെ പാദപീഠത്തിലുള്ള ഗുണം, എന്നെ റൈറ്റ് ടൈമിൽ എൻ്റെ ദൈവം അങ്ങ് ഉയർത്തും. ഉയരണോ? എന്തോ ചെയ്താൽ മതി, പാദപീഠത്തിൽ അങ്ങിരുന്നാൽ മതി. എപ്പോഴാണ് ഉയർത്തേണ്ടതെന്ന് ദൈവത്തിനറിയാം. ആ സമയത്ത് അങ്ങ് ഉയർത്തിക്കോളും. നമ്മളൊക്കെ ചില ഡേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. 2024 ഡിസംബർ 31 കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇന്നത് ചെയ്യണം. ഞാൻ ഡിമാൻഡ് ചെയ്യാൻ ദൈവം എന്നെ എൻ്റെ വേലക്കാരനാണോ? ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ഉയർത്തും.
അതിനൊക്കെ ഒത്തിരി വാക്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. പലരും പലത് പറഞ്ഞു വെച്ചാൽ പിടിച്ചു വാങ്ങിക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ ഭാഗം ചിന്തിച്ചതാണ്, വീണ്ടും ആവർത്തിക്കുന്നില്ല. ദൈവത്തിന് എന്നെ ഉയർത്തണപ്പോൾ ഉയർത്തിക്കോളൂ. പക്ഷെങ്കിൽ ഉയർത്തണമെങ്കിൽ ഞാനത് വേണം, ആ പാദപീഠത്തിൽ അംഗീകരിക്കാം. ഞാൻ പാദപീഠത്തിലിരുന്നാൽ എന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം എന്നെ ഉയർത്തുക തന്നെ ചെയ്യും. ഇന്ന് പകൽ ദൈവമക്കളെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്നാൽ നിന്റെ പല പ്രശ്നങ്ങളും നിന്റെ പാദപീഠത്തിൽ വരും. തീർന്നില്ല. ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്നാൽ നിന്നെ നോക്കിയിരിക്കുന്നവരുടെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തും. യെസ്, ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്ന ഒരു ഭാഗത്ത് പ്രകാരം പറയുന്നുണ്ടല്ലോ, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്ന ദൈവമാ. ആ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കാമോ? നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ നിന്നെ ഉയർത്തുന്നത് നീ മാത്രമല്ല കാണുന്നത്, നിന്നെ നിന്ദിച്ചവരും കാണത്തക്കവണ്ണം നിന്നെ ഉയർത്താൻ നിന്റെ ദൈവം മതിയായവനാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കണം. ഞാൻ പറഞ്ഞ ചിന്തകൾ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ദൈവമക്കളുടെ ഹൃദയത്തിൽ ഈ ചിന്ത കയറി വരണം. നമ്മുടെ പാദപീഠത്തെങ്കിൽ ചില പ്രശ്നങ്ങളെ കൊണ്ടുവരുവാൻ നമ്മൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്നേ പറ്റത്തുള്ളൂ. 1, പാദപീഠത്തിലിരുന്നാൽ സാത്താനെ പാദപീഠത്തിൽ വരുത്തും. 2, പാദപീഠത്തിലിരുന്നാൽ വചനം എനിക്ക് ദൈവം തരും. 3, പാദപീഠത്തിലിരുന്നാൽ എൻ്റെ പ്രശ്നം എൻ്റെ ദൈവം മാറ്റിത്തരും. 4, പാദപീഠത്തിലിരുന്നാൽ എന്നെ തക്ക സമയത്ത് ദൈവം ഉയർത്തും. ഇനിയും ഈ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരുന്നത്, പ്രാർത്ഥിക്കുന്നത്, ദൈവമുഖത്തേക്ക് നോക്കുന്നത് ആത്മാർത്ഥതയോടായിരിക്കണം. ഞാൻ നമുക്കൊന്നുകൂടെ പറയുന്നു, ആരെയെങ്കിലും ബോധിപ്പിക്കാൻ പാദപീഠത്തിൽ ഇരിക്കരുത്. ഞാൻ ഉപവസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു എന്ന് എനിക്കൊരു സ്വയം സംതൃപ്തിക്ക് വേണ്ടിയും ഇരിക്കരുത്. നമുക്കൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, എന്നാൽ പ്രാർത്ഥിച്ചേക്കാം, പക്ഷെ അത് നല്ല മൂഡിലല്ല, നിങ്ങൾ ആകെ വിഷമത്തിലായിരിക്കും. എങ്കിലും പോയി ഇരുന്ന് കഴിയുമ്പം ഞാൻ ഹാജര് വെച്ചെന്ന് അങ്ങ് തോന്നും. അങ്ങനെ ദൈവസന്നിധിയിൽ ഇരിക്കല്ലേ, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് പേരിന് വേണ്ടിയാകല്ല്. ഒരു വചനം ഞാൻ ഓർപ്പിക്കാം. എസെക്കിയേൽ പ്രവചനം 33-ാം അധ്യായം എന്നെടുത്തേ, അതിൻ്റെ 31-ഉം 32-ഉം വാക്യങ്ങൾ വായിച്ചോളൂ. എഹെസ്കേൽ 33-ന്റെ 31, 32. സംഘം കൂടി വരുന്നതുപോലെ അവർ എന്റെ അടുക്കൽ വന്ന് എന്റെ ജനമായിട്ട് നിന്റെ മുമ്പിൽ ഇരുന്നു നിന്റെ വചനങ്ങളെ കേട്ടു. എന്നാൽ അവർ അത് ചെയ്യുന്നില്ല. വായുകൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കും, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. നീ അവർക്ക് മധുരസ്വരവും വാദ്യ നൈപുണ്യവുമുള്ള ഒരുത്തന്റെ പ്രേമഗീതം പോലെ ഇരിക്കും. അവർ നിന്റെ വചനങ്ങളെ കേൾക്കും, ചെയ്യുന്നില്ലതാനും. മതി, ഇംഗ്ലീഷിലൂടെ വാക്യം ഒന്ന് വായിച്ചത്. വേഴ്സ് 31 and 32. Ezekiel, book of Ezekiel, chapter 33, verse 31, 32. So they come to you as people do. They sit before you as my people, and they hear your words, but they do not do them. For with their mouth they show much love, but their hearts pursue their own gain. Indeed, you are to them as a very lovely song of one who has a pleasant voice and can play well on an instrument. For they hear your words, but they do not know them. അവിടെ പറഞ്ഞ വാക്കോട് പറഞ്ഞ് വേഗത്തിൽ മുന്നോട്ട് പോകാം. അവിടെ പറഞ്ഞത്, സംഘം കൂടി വരുന്നത് പോലെ അവർ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ജനമായിട്ട് നിന്റെ മുമ്പിലിരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു. അങ്ങനെ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. നെയിം സേക്ക്, പേരിന് വേണ്ടി വന്ന ആൾക്കാർ ദൈവസന്നിധിയിൽ വരുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണ്. സംഘം ചെല്ലുന്ന സഭ ഒന്നിച്ചുകൂടി എല്ലാവരും കൂടെ വരുന്നു, ദൈവസന്നിധി വരുന്നു. വന്നേച്ച് അവിടെ പദങ്ങൾ ഒന്നുകൂടെ വായിക്കാമോ? നമുക്ക് ആ ഭാഗം ചെറിയ ചിന്ത ഓർപ്പിക്കാം. സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ അടുക്കൽ വന്നു. ഒരു മിനിറ്റ് നിർത്തണേ. ആ ഭാഗം വായിച്ചത് ഇങ്ങനെയാണ്, സഭയായി എല്ലാവരും കൂടെ വന്നത് ആരെടുക്കല? ദൈവസന്നിധിയിലാണ്. നമ്മൾ പറയത്തില്ല, നമ്മുടെ വാക്കുകളൊക്കെ പറയത്തില്ലേ, 2 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നതിന് നടുവിൽ കടന്നു വരാവുന്ന വാക്ക് പറഞ്ഞ കർത്താവോട് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? എന്തായാലും നമ്മൾ പറയുന്നുണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ നടുവിലുണ്ട്, നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. അങ്ങനെയെങ്കിൽ ആ കൂടിവരവിൽ കർത്താവുണ്ട്. സംഘം സഭയായിട്ട് കൂടി വരുന്നു, കർത്താവിൻ്റെ അടുക്കൽ വരുന്നു. എൻ്റെ ജനമായിട്ട്
മതി. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിന്റെ ജനമായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്റെ വചനങ്ങളെ കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി നമ്മളിലേക്കൊന്ന് കയറി വരും. ഇസ്രായേൽ അവിടെ നിൽക്കട്ടെ. ദൈവസന്നിധിയിൽ വരുന്നു സഭയായിട്ട്. ഞായറാഴ്ചകളിലെ കൂട്ടിവരവുള്ളപ്പോഴൊക്കെ നമ്മൾ ദൈവസന്നിധി വരുന്നു. ദൈവത്തിന്റെ ജനമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ദൈവത്തിന്റെ മുമ്പിലിരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. അടുത്തത് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു. ആ. എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. മതി. കേൾക്കുന്നുണ്ട്, ഒന്നും അനുസരിക്കുന്നില്ല. കർത്താവിന് നമ്മൾ ആദ്യം പറഞ്ഞു, ശത്രു പാദപീഠമാകണമെങ്കിൽ ഞാൻ പാദപീഠത്തിലിരിക്കണം. അപ്പം ഈ ഗ്രൂപ്പിനോട് ചോദിച്ചേ, നിങ്ങൾ പാദപീഠത്തിൽ വന്നോ? അവർ വന്നു. അവരെങ്ങനെയാ വന്നത്? ദൈവത്തിൻ്റെ ജനമായിട്ട് തന്നെയാണ് വന്നത്, സഭയായിട്ടാണ് വന്നത്. വന്നത് ആരുടെ പാദപീഠത്തിലാണ്? കർത്താവിൻ്റെ പാദപീഠത്തിലാണ്. വന്നേച്ച് അവിടെ ഇവിടെ നിൽക്കുമല്ല, വചനം കേൾക്കുന്നുണ്ട്. പക്ഷെങ്കിൽ എന്തോ ചെയ്യുന്നില്ല. അടുത്തത് വായ് കൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു. ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരും. മതി. ആ ഭാഗം ശ്രദ്ധിച്ചല്ലോ. പാദപീഠത്തിൽ വന്നാൽ ശത്രു പാദപീഠമാകും. ഇസ്രായേൽ പാദപീഠത്തിൽ വന്നത് ദൈവസഭയായിട്ട് വന്നു, ദൈവജനമായി വന്നു, ദൈവമെന്ന ബോധത്തോട് വന്നു, ദൈവത്തിന്റെ വചനം കേട്ടു. പക്ഷെങ്കിൽ അവരെക്കുറിച്ച് പറയുകയാണ്, കേട്ടെങ്കിലും എന്തോ ചെയ്യുന്നില്ല, അനുസരിക്കുന്നില്ല. മാത്രമല്ല വാക്കൊണ്ട് വളരെ സ്നേഹം കാണിക്കുന്നു. ഹൃദയമോ ആ ദുരാഗ്രഹത്തെ പിന്തുടരും. മതി. അങ്ങനെയെങ്കിൽ വളരെ ഗൗരവത്തോടെ നമ്മൾ നോർത്തോണം. ഞാൻ ദൈവത്തിന്റെ പാദപീഠത്തിൽ വന്നു, കാര്യമൊക്കെ ശരി. വന്നേച്ച് ഞാൻ പറഞ്ഞു, യേശുവേ അങ്ങ് നല്ലവൻ, അങ്ങ് വലിയവൻ, അങ്ങ് സർവശക്തൻ, അങ്ങ് സ്നേഹവാൻ. യേശുവിനെ അങ്ങ് പുകഴ്ത്തുന്നു. വാ കൊണ്ട് ഒത്തിരി കാര്യം ഞാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ ഹൃദയം ഇവിടെ ദുരാഗ്രഹത്തെ പിന്തുടരുക, ദൈവത്തിൽ നിന്ന് പോവുക. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഞാൻ ഈ യേശുവിനെ വിളിക്കുന്നത് പോലും എന്നതിനാ, എൻ്റെ ചില കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. ആ വ്യക്തിക്ക് ശത്രുവിനെ പാതപീഠക്കാൻ ആക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ഞാൻ ഞായറാഴ്ച വരുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്, ഉപവസിക്കുന്നത്, കൈയടിക്കുന്നത്, സ്തോത്രം പറയുന്നത്, ഇതൊന്നും വേണ്ടെന്നല്ല, വേണം. ഇതൊക്കെ ആവശ്യമാണ്, ദൈവസഭയുടെ ഭാഗമാണ്, ആരാധനയുടെ ഭാഗമാണ്. പക്ഷെങ്കിൽ ഇതിൻ്റെ പിന്നിലെ എൻ്റെ ലക്ഷ്യം, എൻ്റെ സ്തോത്രത്തിൻ്റെ ശക്തി കൂടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് എൻ്റെ പ്രശ്നം മുഴുവൻ കർത്താവ് പരിഹരിച്ചു തരണം. ഈ ചിന്തയോടെ ഞാൻ സ്തോത്രം പറയുന്നെങ്കിൽ ആ സ്തോത്രത്തിന് അർത്ഥമില്ല. ഞാൻ സ്തോത്രം പറയുന്നത് എന്തുകൊണ്ടായിരിക്കണം? ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നായിരിക്കണം. ക്രൂശിൽ എനിക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ മൂറ്റി തന്ന് എൻ്റെ പാപങ്ങളുടെ പരിഹാരം വരുത്തി നിത്യ നരകത്തിന് അവകാശിയായിരുന്ന എന്നെ നിത്യതയ്ക്ക് അവകാശിയാക്കിയത് ഓർക്കുമ്പോൾ എനിക്ക് സ്തോത്രം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഓ ഹല്ലേലൂയ. എന്നോട് പറഞ്ഞോട്ടെ, കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള സ്തോത്രം. കർത്താവ് അവിടെ പറയുകയാണ്, വാ കൊണ്ട് സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ, എന്തൊക്കെയോ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് എൻ്റെ സ്തോത്രം. യെസ്, ഹല്ലേലൂയ. അപ്രകാരമുള്ള സ്തോത്രത്തെ ദൈവം അംഗീകരിക്കത്തില്ല. അപ്രകാരം ഞാൻ പാദപീഠത്തിൽ ഇരുന്നാൽ ശത്രു എൻ്റെ പാദപീഠമാകത്തില്ല. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസങ്ങളിൽ ദൈവത്തോടുള്ള സ്നേഹം ഞങ്ങളുടെ ഉള്ളത്തിൽ നിറഞ്ഞു കവിയുമ്പോൾ അതിൻ്റെ ബഹുസ്ഫുരണമായി ഞങ്ങളുടെ നാവിലൂടെ പുറത്തു വരുന്ന ആരാധനയാണ് ദൈവം കേൾക്കുന്നത്. കൃപ, ദൈവകൃപ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഒരുപക്ഷെ മനുഷ്യൻ അളക്കുന്നത് പുറമേ കണ്ടോണ്ടാണ്. എൻ്റെ സ്തോത്രം കേട്ടാൽ ചിലർ പറയും പാസ്റ്റർ ഭയങ്കര ഭക്തനാണ്. പക്ഷെ എൻ്റെ ഹൃദയം ആർക്കാ അറിയാവുന്ന? ദൈവത്തിനറിയാം. മാനുഷികമായി നമുക്ക് പുറമേ ഉള്ള ഷോ കൊണ്ട് മറ്റു മനുഷ്യരുടെ മുമ്പിൽ ഭക്തനാകാൻ കഴിയും. പക്ഷെങ്കിൽ ഹൃദയത്തെ അറിയുന്നൊരു ദൈവമുണ്ടെന്നുള്ളത് മറക്കരുത്. യെസ്, ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ചിലപ്പം പറയത്തില്ലേ, അവരൊത്തിരി ആരാധിക്കുന്നവരാ, സ്തോത്രം ചെയ്യുന്നവരാ, പ്രാർത്ഥിക്കുന്നവരാ, ഒന്നിനും ഒരു കുറവുമില്ല, ആത്മീയ കാര്യത്തിൽ മുമ്പരാ. പക്ഷെ എന്നിട്ടും അവരുടെ കുടുംബത്തിലെ പല പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകുന്നില്ല. ഉത്തരവ് ഇതിനകത്ത് തന്നെയുണ്ട്. ഞാനെന്തിനാ സ്തോത്രം പറഞ്ഞു? ഞാനെന്തിനാ ആരാധിച്ചത്? ഞാനെന്തിനാ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത്? എൻ്റെ ചില നേട്ടത്തിന് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ കിട്ടത്തില്ലെന്നല്ല, കിട്ടും. പക്ഷെങ്കിൽ എൻ്റെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടി ആകരുത്. യെസ്, ഹല്ലേലൂയ. ഒരു കുഞ്ഞ് അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നത് എന്തെങ്കിലും കിട്ടാനാകരുത്.
അപ്പനും അമ്മയും ആയതുകൊണ്ട് അങ്ങ് സ്നേഹിക്കുക. സ്നേഹിച്ചാൽ കുഞ്ഞിന് വേണ്ടതൊക്കെ റൈറ്റ് ടൈമിൽ അവരങ്ങ് കൊടുത്തോളും. അപ്പനോടും അമ്മയോടും സ്നേഹമില്ല, കാര്യസാധ്യത്തിന് വേണ്ടി പപ്പ 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 അല്ലെങ്കിൽ മമ്മി മമ്മി എന്നൊരു 100 വിളി വിളിച്ചാൽ അപ്പനും അമ്മയ്ക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ അറിയാമല്ലോ ഇതിൻ്റെ വിളിയുടെ ഉദ്ദേശം എന്നാണ്. എന്നാൽ സ്നേഹത്തിൽ നിന്നാണെങ്കിൽ തരേണ്ടതൊക്കെ ദൈവം റൈറ്റ് ടൈമിൽ തരും. നമ്മൾ ഇത്രയും മാത്രം ഓർത്താൽ മതി. ആ വാക്യം ഒരുക്കൂടുന്ന വാക്യം അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. അവർ വളരെ സ്നേഹം കാണിക്കും. അല്ല, തുടക്കം വായിച്ചോ ആ ഭാഗം. നിങ്ങളുടെ ദൈവമക്കൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു, എല്ലാവരും വചനത്തിലൊക്കെ നോക്കിയോ. സംഘം കൂടി വരുന്നതുപോലെ അങ്ങനെ അന്ന് വിശ്വസിച്ച് സഭയായി അവർ ഒന്നിച്ചു കൂടി വരുന്നു. അവർ നിന്റെ അടുക്കൽ വന്ന് ആ. എന്റെ ജനമായിട്ട് നിന്റെ മുമ്പിൽ ഇരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കും. എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. വായുകൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കും. ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരും. അടുത്ത വാക്യം കൂടെ, നീ അവർക്ക് നീ അവർക്ക് മധുരസ്വരവും വാദ്യ നൈപുണ്യവും ഉള്ള ഒരുത്തന്റെ പ്രേമഗീതം പോലെ ഇരിക്കും. അഹസ്കേലിനെ കുറിച്ച് ദൈവം പറയുകയാണ്, നീ അവരുടെ മുമ്പിൽ നല്ല സൗണ്ടിൽ, നല്ല ഈണത്തിൽ, നല്ല സ്വരമാതിരിയോടെ പാടുന്ന ഒരു പാട്ടുകാരൻ്റെ മനോഹര പാട്ട് പോലെ. ഈ പാട്ടൊക്കെ അവർക്ക് ഇഷ്ടമാണ്, കേൾക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അടുത്തത് അവർ നിന്റെ വചനങ്ങളെ കേൾക്കും. ചെയ്യുന്നില്ല താൻ. അവർ നിന്റെ വചനങ്ങളെ കേൾക്കുന്നു. ദൈവമക്കൾ, നമുക്കിതുണ്ടാകരുത്. വചനം കേൾക്കുന്നു, ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ ചതിക്കുക. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നൊരു വാക്കത്തോട് വായിച്ചങ്ങ് അവസാനിപ്പിച്ചേക്കാം. യാക്കോബിന്റെ ലേഖനം എന്നെടുത്ത് 1-ാം അധ്യായം 22-ാം വാക്യം ഒന്ന് വായിച്ചേ. ഈ സംഘം ചേരുന്നത് പോലെ നമ്മൾ ചേർന്ന് വരുന്നു, കാര്യമൊക്കെ ശരി. പക്ഷെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മൾ പ്രമാണിക്കാതെ പോയാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? വായിച്ചോളൂ. ആ, അങ്ങനെയെങ്കിൽ ആ വചനത്തിൽ വളരെ വ്യക്തമായി അപ്പോസ്തലൻ പറയുന്ന വാചകം ശ്രദ്ധിച്ചല്ലോ. യഹസ്കേൽ പ്രവൃത്തി പറഞ്ഞു, കേൾക്കുന്നു, ചെയ്യുന്നില്ല. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യാക്കോബ് അപ്പോസ്തലൻ അതിന് അല്പം കൂടെ വിശദീകരണം കൊടുത്തു. കേൾക്കുന്നുണ്ട്, ചെയ്യാതിരുന്നാലുള്ള കുഴപ്പം എന്തുവാ? ആരെ ചതിക്കുക? ഇംഗ്ലീഷ് ഒന്ന് വായിച്ചോ വാക്യം, വേഴ്സ് 22. But be doers of the word and not hearers only, deceiving yourself. ഡിസീവിങ് അവേഴ്സെൽഫ്. നമ്മളോർത്താണ് വേറൊരാളെ ചതിക്കുന്ന പോലെയല്ല. ഇപ്പം വചനം കേട്ടിട്ട് ഞാൻ ആ വചനം അനുസരിച്ചില്ലേ, ഞാൻ ആരെ ചതിച്ചു? എന്നെ ചതിക്കുക. അതി വലിയ ചതിയുണ്ടോ? നമ്മളെ ചതിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തോ? വേറൊരാളെ ചതിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെങ്കിൽ നമ്മളെ ചതിക്കും എപ്പോഴാ? ഞാൻ വചനം കേട്ടിട്ട് ആ വചനം ഞാൻ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ എന്നെ ചതിച്ചു. വായിച്ചോ, അടുത്ത വാക്യം വായിച്ചോ. ഞാൻ വിശദീകരണം തരാം വേഗത്തിൽ, സമയം മുന്നോട്ട് പോയെങ്കിൽ എനിക്കറിയാമെങ്കിലും. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്യുകൊണ്ട് അങ്ങനെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. ഒരുത്തൻ വചനം കേൾക്കുന്നെങ്കിലും ചെയ്യാതിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളിനോടൊപ്പം മതി. അവിടെ ഭാഗത്ത് വായിച്ചത് വചനം കേൾക്കുന്നു, പക്ഷെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല. ചെയ്യാതിരുന്നാൽ ഞാൻ എന്നെ ചതിച്ചു. നമ്മുടെ ജീവിതത്തെ വളരെ ഗൗരവത്തോടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, സ്വയം ചതിയിൽ അകപ്പെടരുത്. ഞാൻ അകപ്പെടും എപ്പോൾ? ഞാൻ വചനം കേട്ടു, ചെയ്തില്ലെങ്കിൽ ഞാൻ എന്നെ ചതിച്ചു. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ഒരു സംഭവമാണോ കഥയാണോ എന്തായാലും, 2 ചെറുപ്പക്കാർ യാത്ര ചെയ്തു പോയൊരു മോട്ടോർ ബൈക്കിൽ നിന്ന് ഇവർ താഴെ വീണു. 2 പേരുടെയും കാലിന് പരിക്കുണ്ട്, നല്ല ഉളുക്ക്. പഴയ കാലമാണ്, ഇന്നത്തെ കാലമല്ല. അന്ന് ഹോസ്പിറ്റൽ അധികമില്ല. തിരുമുകാരൻ്റെ അടുക്ക് ചെന്നു. ഒരു തിരുമുകാരൻ്റെ അടുക്ക് ചെന്നേച്ച് ആദ്യത്തവൻ കയറി ചോദിച്ചു, ഭയങ്കര വേദനയാണ്. അയാൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഞാനൊന്ന് പിടിച്ചിടാമെന്ന് പറഞ്ഞ് അയാൾ കാല് വേണ്ടോ, അവരുടെയൊക്കെ ടെക്നിക്ക് ഉണ്ടല്ലോ, പിടിച്ചിട്ടു. ഇവൻ അമറിക്കൂവി. അതുപോലത്തെ വേദന. അതിലൊന്നും സാരമില്ല, അല്പസമയം കൂടെ വേദന കാണും, കുഴപ്പമില്ല, പൊക്കോ, പ്രശ്നമൊന്നുമില്ല. ഇവൻ അകത്തുനിന്ന് ഇറങ്ങിയപ്പം കൂട്ടുകാരൻ പുറത്ത് നിൽപ്പുണ്ട്. അവൻ്റെയും കാലിന് ഇതേ പ്രശ്നം. ഈ അകത്തിറങ്ങിയേച്ച് അകത്ത് നിന്ന് പുറത്തിറങ്ങിയത് കണ്ട് ശിവൻ ചിരിക്കുക. എന്തോ അമറായിരുന്നടാ. എന്നാൽ ഇവൻ പറഞ്ഞു, നീ അങ്ങോട്ട് കയറ്, വിവരം അന്നേരം നിനക്കറിയാം. ഇവൻ്റെ കാലിന് പരിക്ക് പറ്റിയത് ഇടത്തുകാലിനാണ്. ഇവൻ ചെന്നേച്ച് അങ്ങേരോട് പറഞ്ഞു, എൻ്റെ വലത്ത് കാലിന് ഉളുക്ക് പറ്റി.
അയാൾ കുറേ തടവൊക്കെ തടവി. അയാളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. മറ്റവൻ കിടന്ന് അലറിക്കൂവി, ഇവൻ അലറിക്കൂവാതെ കൂളായിട്ട് ഇറങ്ങി വന്നു. പ്രശ്നം എവിടെ ആയിരുന്നു? ഇടതുകാലിലെ പ്രശ്നം മാറിയിട്ടില്ല, ഇവൻ ഇങ്ങ് ഇറങ്ങി വന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പം ആ അമറിക്കൂവിയവൻ ഈസി ആയിട്ട് നടന്നു പോകുന്നു. മറ്റവനോ, അവൻ ഒത്തി നടക്കുന്നു. അവൻ ആരെയാ ചതിച്ച്? മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മറ്റുള്ളവരുടെ മുമ്പ് വെച്ചൊന്നും അമറാനൊന്നും വയ്യാന്നേ. ഇനി വേറൊരാൾ കേൾക്കുമ്പോഴത്തേക്കോ എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഞാൻ അങ്ങനെ അത്ര പാപിയൊന്നുമല്ല, എൻ്റെ വിഷയമൊന്നും ഞാൻ പബ്ലിക്ക് പറയത്തില്ല, ഞാൻ ഡീസൻ്റാ. ആയിക്കോട്ടെ, നീ ഡീസൻ്റാ, പക്ഷെ നീ ആരെയാ ചതിച്ച്? ദൈവമക്കൾ ഓർത്താണോ? വചനം കേൾക്കുമ്പോൾ എന്നോടാ ദൈവം സംസാരിക്കുന്നത് ബോധ്യമുണ്ടെങ്കിൽ ഞാനത് ഏറ്റെടുത്തോണം. ഏറ്റെടുത്തില്ലെങ്കിൽ ഞാൻ എന്നെ ചതിക്കുക. ചില പറയത്തില്ല, കേട്ടില്ല, ഇന്നത്തെ ദൂത് കേട്ടില്ല, നിങ്ങളോടാ. ആയിക്കോട്ടെ. ചിലമാന്മാർ വീട്ടിൽ ചെന്ന്, അച്ചായൻ കേട്ടോ പാസ്റ്റർ പറഞ്ഞത്? തിരിച്ചും പറയും, എടീ നീ കേട്ടോ? നിങ്ങളിനി ഓർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർ കേട്ടാ പോയത്. എന്നോടുള്ളതാണ്, ഞാനങ്ങ് എടുത്താൽ മതി. ഞാൻ എടുത്തില്ലെങ്കിലുള്ള കുഴപ്പം തന്നെ, ഞാൻ എന്നെ ചതിക്കൂ. ദൈവമക്കളെ, അബദ്ധം പറ്റരുത്. നമ്മൾ പഴയ നിയമത്തിൽ കേട്ടച്ചങ്ങ് പോകുന്നു, മധുരഗായകന്റെ ഗാനം പോലൊക്കെ എന്നൊക്കെ പറഞ്ഞെങ്കിലും പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അല്പം കൂടെ ഗൗരവത്തോടെ പറയുകയാണ്. നിങ്ങൾ വചനം കേട്ടിട്ട് വായിച്ചോളൂ, 22 തൊട്ടൊന്നും വായിച്ചു. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് ഞാൻ ആ വാക്യം ഒന്നുകൂടെ പരാവർത്തനം ചെയ്ത് പറഞ്ഞോട്ടെ. വചനം കേട്ടിട്ട് വചനത്തെ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ചതിക്കുന്നു. വീണ്ടും പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിന് സമയാസമയങ്ങളിൽ നമ്മോട് സംസാരിപ്പാനുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധം അവനോട് സംസാരിക്കുമ്പോൾ ആ വചനം എന്നോടാണെങ്കിൽ ഞാനത് ഏറ്റെടുത്തില്ലെങ്കിൽ ഞാൻ എന്നെ ചതിക്കുക. നാളെ വീണ്ടും ഈ ദൂത് ദൈവം തരണമെന്നില്ല. നമുക്കറിയാമല്ലോ, ദൈവത്തിന്റെ ആത്മാവ് സദാകാലവും മനുഷ്യനിൽ വാദിച്ചു കൊണ്ടിരിക്കത്തില്ല. ഇന്നത്തെ ദൂത് നാളെ വീണ്ടും ആവർത്തിച്ച് കിട്ടണമെന്നില്ല. ഇന്ന് എന്നെ കറക്റ്റ് ചെയ്യാൻ ദൈവം തന്ന ദൂത് ഇന്ന് ഞാൻ കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ എന്നെ ചതിക്കുക. അതിനെക്കുറിച്ച് ഉദാഹരണമായിട്ട് പറയുന്നതാണ് അടുത്ത വാക്യം, വായിച്ചോളൂ. വചനം കേൾക്കുന്നുവെങ്കിലും മതി. അവിടെ പറയുന്ന വാക്യം ശ്രദ്ധിച്ചല്ലോ, വചനം കേട്ടു, ഈ വചനം എന്നെ കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ കണ്ണാടി നോക്കുന്ന മനുഷ്യനോട് തുല്യനാ. കണ്ണാടി എന്തിനാ? പകുതി ആൻസർ ശരിയാ. എന്തിനാ മക്കളെ കണ്ണാടി? രാവിലെ കണ്ണാടി നോക്കിയിട്ടല്ലേ വന്നേ? ഇല്ലയോ? നോക്കിയില്ലേ? കൊള്ളാം. എന്തിനാ കണ്ണാടി? ആർക്കെങ്കിലും ആൻസർ തരാം. സനിരൂപം കാണാൻ. കറക്റ്റാണ്, എന്നാൽ കുറച്ചുകൂടെ അത് കറക്റ്റ് ആകാനുണ്ട്. ഞാൻ പറയാം. നമ്മുടെ രൂപം കാണാനാ കണ്ണാടി. രൂപം കണ്ടേച്ച് മൂക്കിൻ്റെ അറ്റത്തൊരു കരി ഉണ്ടെന്ന് വെച്ചോ, അല്ലെ എന്തെങ്കിലും ഒരു ചെളി ഇരിക്കുന്ന വെച്ചോ, കണ്ടേച്ചിറങ്ങി പോവോ നമ്മൾ. അപ്പം കണ്ണാടി എന്തിനാ? കറക്റ്റ് ചെയ്യാനാണ്, കാണാനാണ്. കണ്ടിട്ട് എൻ്റെ കുറവുകളെ കറക്റ്റ് ചെയ്യാനാണ്. കറക്റ്റ് ചെയ്തില്ല എന്ന് കരുതുക. ഇപ്പൊ അവിടെ വഴിയിരിക്കുന്ന വാചകം ഇതാണ്: കണ്ണാടിയിൽ തൻ്റെ സ്വാഭാവിക മുഖം ഒത്തുനോക്കുന്നു. എന്നിട്ട് വായിച്ചേ, തന്നെ താൻ കണ്ടു. ഞാൻ കണ്ടു, എൻ്റെ മുഖത്ത് എന്തൊക്കെയോ വേണ്ടാത്തതുണ്ട്, അല്ലെങ്കിൽ വൃത്തികേടുണ്ട്, കരിയുണ്ട്, ഏതെങ്കിലും ചെളിയുണ്ട്, ഞാൻ കണ്ടു. ഇത് കണ്ടെങ്കിലും ഞാൻ കറക്റ്റ് ചെയ്യാൻ നിന്നില്ല. ഞാൻ ലളിതമായ ഭാഷയിലേക്ക് പറയാം. ഞാൻ ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പ് നിന്ന് ചെയ്യിക്കൊണ്ടിരിക്കുക, മുഖത്തെ അഴുക്ക് കണ്ടു, ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു കോള് വന്നു. ഞാൻ ഫോൺ എടുത്തോണ്ട് കേട്ടോ ഇറങ്ങി തിരിച്ചു വന്നേച്ച് പെട്ടെന്ന് ഡ്രസ്സ് വിട്ടോണ്ട് ഒറ്റ പോക്ക്. കണ്ണാടി ഞാൻ കണ്ടു, എൻ്റെ മുഖത്ത് ഞാനതങ്ങ് മറന്നുപോയി. ഞാൻ ഇറങ്ങി, ഇതുപോലെ സ്റ്റേജ് വന്നു. ആരെങ്കിലും ചോദിക്കുക, പാസ്റ്റർ എന്തോ മുഖത്ത്? എന്തിനാ കണ്ണാടി തന്ന്? എന്തിനാ കണ്ണാടി നോക്കിയത്? കൂടുണ്ടോ? കറക്റ്റ് ചെയ്യാനാ. കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ എളിഭ്യനാകും.
അങ്ങനെയൊക്കെ വചനം തരുന്നത് എന്തിനാ? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. എന്നെ കറക്റ്റ് ചെയ്യാൻ. ഞാൻ കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും സ്വാഭാവിക മുഖം ഞാൻ കണ്ടു. എൻ്റെ ഒറിജിനൽ വചനമാകുന്ന കണ്ണാടി എനിക്ക് കാണിച്ചു തന്നു. പക്ഷെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യേണ്ടത് ചെയ്യാതെ ഇറങ്ങിത്തിരിച്ചാൽ എൻ്റെ ജീവിതം, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ എന്നെ തന്നെ ചതിക്കുക. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വയം ചതിക്കുന്നവരായി ഞങ്ങൾ തീരരുത്. യെസ്, ഹല്ലേലൂയ. പാദപീഠത്തിൽ ഇരുന്നാൽ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഞാൻ ആവർത്തിച്ചോട്ടെ, നെയിം സേക്കിന് വേണ്ടി, പേരിന് വേണ്ടി വന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പേരിന് വേണ്ടി വചനം വായിച്ചു വചനം കേട്ട് പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. എന്നെ നിത്യതയിൽ എത്തിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായ ഒരു ഭാഗം പറയുന്നുണ്ട്, കറ, ചുളുക്കം, വാട്ടം മുതലായവ ഒന്നുമില്ലാത്ത ഒരു കാന്തയെ ഒരുക്കാൻ ആ ദൈവം വചനം തന്നതെങ്കിൽ ആ വചനപ്രകാരം ജീവിച്ചാൽ എൻ്റെ കറ മാറും, എൻ്റെ ചുളുക്കം മാറും, എൻ്റെ വാട്ടം മാറും. ഓ ഹല്ലേലൂയ. അപ്രകാരം ഒരു ജീവിതം നയിക്കാൻ ദൈവമക്കളെ ദൈവം നമുക്കിടയാക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കും മുമ്പ് ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിച്ചോട്ടെ. ഈ പാദപീഠത്തിലിരുന്നവനെ, ആ പാദപീഠത്തിലിരുന്നവൻ്റെ മുമ്പിൽ ശത്രുവ് പാദപീഠമാകും. എന്നും ദൈവം ഇവനെ പാദപീഠത്തിൽ അങ്ങ് ഇട്ടേക്കുമോ? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം കൂടെ വായിച്ചോളൂ. ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുക. മതി. ഈ വിധ പ്രശ്നങ്ങളെയൊക്കെ ജയിച്ചാൽ, പാദപീഠത്തിലിരുന്നാൽ, എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുമ്പോൾ എനിക്കെതിരെ വരുന്ന പലതിനെയും എൻ്റെ കർത്താവ് പാദപീഠത്തിലാക്കും. പാദപീഠത്തിലാക്കിക്കഴിഞ്ഞ് ചെയ്യുന്ന കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ജയിക്കുന്നവന് ഇതിനെയൊക്കെ പാദപീഠത്തിലാക്കിയാൽ, ജയിക്കുന്നവന് എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവമൊക്കെ എത്ര പേർക്ക് ബോധ്യമുണ്ട്? എന്നെ സിംഹാസനത്തിൽ ഇരുത്തും. ആരെ? പാദപീഠത്തിലിരുന്നവനെ. യേശു കർത്താവ് ആ ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, എബ്രായർ 1:13 വായിച്ച പോലെ, നിന്റെ ശത്രുക്കളെ എൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. നീ എൻ്റെ പാദപീഠത്തിലിരിക്ക. നിന്റെ ശത്രുവിനെ കീഴാക്കുവോളം നീ എൻ്റെ പാദപീഠത്തിൽ ഇരുന്നാൽ, ശത്രുവിനെ കീഴാക്കി കഴിഞ്ഞാൽ ഞാൻ നിന്നെ സിംഹാസനത്തിൽ ഇരുത്താം. ഇന്ന് പകൽ ബോധ്യമുള്ളവർ ഒരുമിച്ച് അല്പസമയം ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? കർത്താവെ, വചനം പ്രമാണിച്ചുകൊണ്ട് വചനത്തിന്റെ വ്യവസ്ഥകൾ വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറാതെ, വചനത്തിൽ നിന്നാണ് ഇവിടെ വ്യതിചലിക്കാതെ ദൈവകൃപയിൽ നിന്നുകൊണ്ട് മുന്നേറി കർത്താവെ, ഈ ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ. സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ചാട്ട് എല്ലാ പ്രിയപ്പെട്ടവരും കർത്തൃക്കരങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് ഒരുമിച്ചെന്ന് പറഞ്ഞാട്ട്, കർത്താവെ, ഈ വചനം എന്നെ ക്രമീകരിക്കുന്നതാകണം, എൻ്റെ കുറവുകളെ കണ്ടെത്തുന്നതാകണം. എനിക്ക് കർത്താവെ, അങ്ങയുടെ സ്വരൂപത്തോട് അനുരൂപമല്ലാത്തത് എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ കർത്താവെ, വചനമെന്ന കണ്ണാടിയിലൂടെ അത് കണ്ട് പരിഹരിക്കേണ്ടത് പരിഹരിച്ച് കർത്താവെ, തിരുനാമമഹത്വത്തിന് വേണ്ടി നിൽപ്പാൻ എന്നെ ഒരുക്കണമേ. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കൃപ, ദൈവകൃപ, അതിനുവേണ്ടി ആ സമർപ്പണത്തോടെ നമുക്കൊരു നിമിഷം കൂടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പാദപീഠത്തിലിരുന്നാലുള്ള ഗുണങ്ങൾ നമ്മൾ കേട്ടു. എന്നാൽ പാദപീഠത്തിൽ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ വേണ്ടിയാകണം. ഇല്ലെങ്കിൽ ഞാൻ എന്നെ ചതിക്കുകയാണ്, ഞാൻ തന്നെ വഷളായി പോവുകയാണ്, ചതിക്കപ്പെട്ടു പോവുകയാണ്, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാതെ പോവുകയാണ്. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഇല്ല, വചന കേൾവി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാകണം, എന്നെ കറക്റ്റ് ചെയ്യുന്നതാകണം. ഓ ഹല്ലേലൂയ. അതിനാണ് സമയാസമയങ്ങൾ ദൈവം തൻ്റെ വചനം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ വചനത്തിലൂടെ നമുക്കൊരു മാറ്റം വരുത്തിക്കൊണ്ട്, ഇല്ല എങ്കിൽ എൻ്റെ സ്വാഭാവിക മുഖം ഞാൻ മറന്നുപോയാൽ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതനാകേണ്ടി വരും. നമുക്കതിനിട വരാതിരിക്കേണ്ടതിന് ദൈവകരം കൽപ്പിച്ചുകൊണ്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം.